ഹലോ ഫ്രണ്ട്സ്, നന്ദോസ് ഫാക്ട്സ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മളെല്ലാവരും ബയോളജി പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മോളിക്കുലാർ ബയോളജിയെക്കുറിച്ച് അറിയാമോ? ഈ വീഡിയോയിൽ നമ്മൾ മോളിക്കുലാർ ബയോളജി എന്താണെന്ന് ബ്രീഫായിട്ട് അറിയാം. അപ്പോൾ കൂടുതൽ സമയം പഴക്കാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം മോളിക്കുലാർ ബയോളജി എന്താണ് എന്ന്. നമ്മൾ മോളിക്കുലാർ ബയോളജി എന്ന ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പദങ്ങൾ കാണാൻ പറ്റും. അവയാണ് മോളിക്കുലാറും ബയോളജിയും. മോളിക്കുലാർ എന്നതിൻ്റെ അർത്ഥം മോളിക്യൂൾസുമായി ബന്ധപ്പെട്ടത് എന്നാണ്. ബയോളജിയുടെ അർത്ഥം ജീവൻ്റെ പഠനം, അതായത് സ്റ്റഡി ഓഫ് ലൈഫ് എന്നാണ്. അപ്പോൾ നമ്മൾ ജീവനെ, അതായത് ലൈഫിനെ മോളിക്കുലാർ ലെവലിൽ വെച്ച് സ്റ്റഡി ചെയ്താൽ അത് മോളിക്കുലാർ ബയോളജിയിൽ ഉൾപ്പെടും. നമ്മുടെ സെല്ലിനകത്ത് 4 തരം ബയോമോളിക്യൂൾസ് ഉണ്ട്. അവയിൽ DNA, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഷുഗേഴ്സ് ഒക്കെയാണ് ഉൾപ്പെടുന്നത്. പക്ഷേ മോളിക്കുലാർ ബയോളജി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് DNAയിലും പ്രോട്ടീനിലുമാണ്. കാരണം മോളിക്കുലാർ ബയോളജി ഒരു ഹൈബ്രിഡ് ഡിസിപ്ലിൻ ആയതുകൊണ്ട്. അത് 2 ഫീൽഡ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. അവയാണ് ബയോകെമിസ്ട്രിയും ജെനറ്റിക്സും. നമ്മുടെ ക്രോമോസോൺസിൽ 2 തരം ബയോമോളിക്യൂൾസ് കാണപ്പെടാറുണ്ട്. അവയാണ് DNAയും പ്രോട്ടീനും. ഇതുകൊണ്ടാണ് മോളിക്കുലാർ ബയോളജി DNAയിലും പ്രോട്ടീൻസിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അറിയാം ഒരു മോളിക്കുലാർ ബയോളജിസ്റ്റ് എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് കാര്യങ്ങളെ വ്യത്യസ്ത രീതിയിൽ കാണുന്നത് എന്ന്. ഉദാഹരണത്തിന് റെഡ് ബ്ലഡ് സെൽസിനെ എടുത്തു നോക്കാം. ഒരു സാധാരണ വ്യക്തിക്ക് അത് വെറും തൻ്റെ വെയിൻസിൽ ഓടുന്ന ചുവന്ന ദ്രാവകമാണ്. പക്ഷേ ഒരു മോളിക്കുലാർ ബയോളജിസ്റ്റിന് അത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീനാണ്. അപ്പോൾ മോളിക്കുലാർ ബയോളജിസ്റ്റുകൾ നോക്കുന്നത് റെഡ് ബ്ലഡ് സെൽസിൽ എന്തൊക്കെ തരത്തിലെ പ്രോട്ടീൻസാണുള്ളത് എന്നാണ്. അതൊന്നെങ്കിൽ ഒരു ഫൈബ്രസ് പ്രോട്ടീനാണ്, അല്ലെങ്കിൽ ഗ്ലോബുലാർ പ്രോട്ടീനാണ്. നിങ്ങൾക്ക് ഈ ഡയഗ്രാമിൽ കാണാൻ സാധിക്കും റെഡ് ബ്ലഡ് സെൽസ് ഒരു ഗ്ലോബുലാർ പ്രോട്ടീനാണോ എന്ന്. മോളിക്കുലാർ ബയോളജിസ്റ്റുകൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷനും നോക്കും. അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അടുത്തുള്ള സെൽസിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കും. പിന്നെ അവ ഉണ്ടാകുന്ന പ്രക്രിയകൾ, അതായത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നന്നായി ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും നോക്കും. റെഡ് ബ്ലഡ് സെൽസ് നന്നായി ഉണ്ടായില്ലെങ്കിൽ സിക്കിൾ സെൽ അമേനിയ എന്നൊരു രോഗം വരും. അപ്പോൾ അവ നമ്മുടെ വെയിൻസിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് കുറേ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. മോളിക്കുലാർ ബയോളജിസ്റ്റുകൾ കാര്യങ്ങളെ വേറെ രീതിയിലാണ് കാണുന്നത്. പക്ഷേ അതിനൊപ്പം വേറെ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തെ ഒരു കൂടുതൽ നല്ല സ്ഥലമാക്കാനും അവർ സഹായിക്കാറുണ്ട്. അവയിൽ ചിലതാണ് മോളിക്കുലാർ ക്ലോണിംഗ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, സതേൺ, നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ട്, ഇലക്ട്രോഫോറേസിസ്, പ്രോട്ടീൻ മൈക്രോ അറേ. പിന്നെ ഇവയെപ്പോലെ കുറേ സാങ്കേതിക വിദ്യകൾ അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഇതിനൊരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നന്ദൂസ് ഫാക്ട്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.